ഈ വീഡിയോയിൽ ആദ്യമേ തന്നെ ട്രംപ് ഇന്ത്യക്കെതിരെയുള്ള താരിഫ് 50% ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇന്ത്യക്ക് ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നതാണ്, ഈ ട്രംപിൻ്റെ താരിഫ് കൊണ്ട് ഇന്ത്യക്ക് ചെറിയ തോതിൽ ഇമ്പാക്റ്റ് വരാനുള്ള സാധ്യതകളുണ്ട്, ഇല്ല എന്നില്ല. പക്ഷേ അത് താൽക്കാലികമാണ്. കാരണം നമ്മൾ കംഫർട്ട് സോണിൽ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ അതേ രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. കാരണം സോഫാർ നോ ഇമ്പാക്റ്റ്, അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സ്മൂത്തായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടെ അലേർട്ടാവും. അപ്പോൾ ഇന്ത്യക്ക് അലേർട്ട് ആവാൻ വേണ്ടിയിട്ട് കിട്ടിയ ഒരു ടൈമാണ് ഇത്. ശരിക്കും ഇന്ത്യയുടെ ഗ്രോത്തിനെ ആക്സലറേറ്റ് ചെയ്യും. ആ പോയിന്റ് നിങ്ങൾ കൃത്യമായി മനസ്സിൽ വെച്ചോളുക. പിന്നെ ഒരുപാട് പേര് ഈ തൽക്കാലം ഈ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട് പല കാൽക്കുലേഷൻസും എടുത്തിട്ട് ഇന്ത്യക്ക് ഇവിടെ നഷ്ടം, ഇന്ത്യക്ക് അവിടെ നഷ്ടം, ഇന്ത്യക്ക് ഇത്ര കോടി രൂപ നഷ്ടം എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ പറയുന്നവർക്ക് ഞാൻ ഒരേ ഒരു മറുപടിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ ഒറ്റ മറുപടിയിലുണ്ട് എല്ലാ ഉത്തരങ്ങളും. ചൈനയുടെ GDP എത്രയാണ്? ഏതാണ്ട് 18-19 ട്രില്യൺ ആണ്. ഇതിൽ അമേരിക്കയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അമേരിക്കയുടെ കോൺട്രിബ്യൂഷൻ 1 ട്രില്യൺ. 18-19 ട്രില്യൺ എക്കോണമിയുള്ള ചൈനയ്ക്ക് അമേരിക്കയിൽ നിന്നും കിട്ടുന്നത് 1 ട്രില്യൺ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ത്യയുടെ GDP ഒരു 30 ട്രില്യനൊക്കെ ആകുന്ന സമയത്താണ് നമുക്ക് അമേരിക്കയുമായിട്ട് ഒരു 1 ട്രില്യൺ 1 ട്രില്യനൊക്കെ ഒരു GDP റവന്യൂ അവിടെ നിന്ന് വരാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കേണ്ടതൊന്നുമില്ല. അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ 0.2% മാത്രമാണ് ഇന്ത്യൻ GDP-യിൽ. ഇന്ത്യയുടെ GDP മറ്റു പല രാജ്യങ്ങളെയും കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. പലരും അമേരിക്ക ഇല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാവില്ല എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പുറത്തു വിടുന്നു. അങ്ങനെയൊന്നും കരയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചേക്കാം. ഇനി 50 അല്ല 100% ഇട്ടാലും ഇന്ത്യ സ്ട്രോങ് ആയിട്ട് റിറ്റാലിയേറ്റ് ചെയ്യും. ഇപ്പോൾ ജർമ്മനിയിലെ ഒരു പത്രം, ഫാസ് എന്നാണ് ഈ ഒരു പത്രത്തിൻ്റെ പേര്, അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഈ ജർമ്മനിയിലെ പത്രം പറഞ്ഞിരിക്കുന്നത് 4 തവണ താരിഫ് അപ്ലൈ ചെയ്തതിന് ശേഷം 4 തവണ ഇന്ത്യയിലേക്ക് വിളിച്ചിട്ടുണ്ട്. വൈറ്റ് ഹൗസിൽ നിന്ന് കോള് പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് 4 തവണ. ഈ 4 കോളും നമ്മൾ ഡിനൈ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയെ ഒരു ഡെഡ് എക്കോണമി എന്ന് വിളിച്ചിട്ട് പിന്നെ എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഫോൺ വിളിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ദേശീയത പറഞ്ഞ് സംസാരിക്കുന്നൊന്നുമല്ല. ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ടൈമാണ്. കാരണം എന്താണ്? ഇന്നത്തെ അമേരിക്കയുടെ അവസ്ഥ ഞാനൊന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ജർമ്മനിയുടെ അവസ്ഥ ഒന്ന് നോക്കുക. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് UK-യുടെ അവസ്ഥ. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ അസറ്റുള്ള നല്ല വെൽത്തുള്ള രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾ പോലും അമേരിക്കയുടെ മുന്നിൽ പോയിട്ട് മുട്ടുമടക്കി പതുങ്ങിയിരുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ കാരണം എന്താണ്? അവർ തന്നെയാണ്. ജർമ്മനിയിലെ മേഴ്സ് ഫ്രെഡറിക് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ജർമ്മനിയുമായിട്ട് അമേരിക്കയ്ക്കുള്ള ഒരു താരിഫ് ട്രേഡ് നയം അത് അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുന്നതാണ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് ജർമ്മനി വേറെ മാർക്കറ്റുകൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിൽ 3 മാർക്കറ്റുകൾ പറയുന്നുണ്ട്. അതിലൊന്ന് നോർത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, 2 ഏഷ്യൻ കൺട്രീസ്, 3ാമത് ചോയ്സാണ് അമേരിക്ക. അതായത് ഈ പ്രയോറിറ്റി കുറച്ച് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ പ്രയോറിറ്റി യൂറോപ്യൻ മാർക്കറ്റിൽ നിന്ന് എടുത്തു മാറ്റുക, അതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. അവരുടെ വ്യാപാരം ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് എല്ലാ രാജ്യങ്ങളും മാറി ചിന്തിച്ചു തുടങ്ങി. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ജർമ്മനി തന്നെയാണ് ഈ വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യ 4 തവണ വൈറ്റ് ഹൗസിന്റെ കോൾ ഡിനൈ ചെയ്തെന്നുള്ളത്. ഇത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ആയിരിക്കുന്ന വിഷയമാണ്. ഇതൊന്നും ഇന്ത്യൻ മീഡിയ എടുത്ത് പുറത്ത് പറയത്തില്ല. ജർമ്മനി 36% എക്സ്പോർട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന രാജ്യമാണ്. അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്, അത് നല്ല രീതിയിൽ തന്നെ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജർമ്മനിയുടെ GDP-യിൽ 7.5% അമേരിക്കൻ ഡിപ്പെൻഡൻസിയാണ്. അമേരിക്കയുമായിട്ടാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. ജർമ്മനിയിലാണെങ്കിൽ ഭയങ്കര ഹ്യൂമൻ റൈറ്റ്സും ഭയങ്കര ലോ ഫ്ലെക്സിബിലിറ്റിയൊക്കെ ഉള്ള ഒരു നാടാണ് ജർമ്മനി. പൊതുവെ യൂറോപ്പ് അങ്ങനെയാണ്. അതുകൊണ്ട് എന്താണ്? ഭയങ്കര ലേബർ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ആൾക്കാരൊക്കെ വളരെ ലേസി ആയിട്ട് പണിയെടുക്കുന്ന ടീംസാണ്. കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ ഇൻഫ്ലേഷൻ റേറ്റ് നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്. പിന്നെ വേജസ് ആണെങ്കിൽ ഹൈ സാലറിയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ആ രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും. എന്തുകൊണ്ടാണ് അമേരിക്ക എന്തെങ്കിലും പുതിയ പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും ജർമ്മനിയെ പോലത്തെ രാജ്യങ്ങളൊക്കെ അതിനെ വളരെ സൂക്ഷ്മതയോട് നോക്കിക്കാണുന്നത്? കാരണം വേറെ ഒന്നുമില്ല, അവരുടെ ഡിപ്പെൻഡൻസി, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിന് പുറമെയാണ് അവർ അമേരിക്കയുടെ അടുത്ത് സെക്യൂരിറ്റിയും കൂടെ ചോദിക്കുന്നത്. അതായത് കഴിഞ്ഞ 100 വർഷകാലം
ഈ ജർമ്മനി, യൂറോപ്പ് മേഖലയിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവർ യുദ്ധം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അവർക്കുള്ളത് നോട്ട് വില്ലിങ്നെസ്. അവർ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല, അവർ വില്ലിങ് അല്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇപ്പം അമേരിക്കയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയത്. അത് എല്ലാവർക്കും അറിയാം. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഈ യുദ്ധം നടത്തുന്നത് അമേരിക്കയാണ്. അതിനിപ്പോൾ ജോ ബൈഡൻ എന്ന സ്ഥലത്ത് ഇപ്പം ഡൊണാൾഡ് ട്രംപ് ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പം ഡൊണാൾഡ് ട്രംപിന് കുറച്ച് റഷ്യൻ ചായ്വും കൂടി ഉള്ളത് കൊണ്ട് ഒരു മിഡിൽ മാൻ എന്നുള്ള നിലയിലുള്ള ഒരു പൊസിഷൻ എടുക്കുകയാണ്. കാരണം സമാധാന ചർച്ച കൊണ്ടുവരണം, നോബൽ പ്രൈസിന്റെ എയിമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനത്തെ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയെ വാൺ ചെയ്യാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയെ വാൺ ചെയ്യുന്നത്? അപ്പം അമേരിക്ക ഒരു സ്റ്റെപ്പ് താഴോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ഇന്ത്യയിൽ നിന്നും കിട്ടുന്ന ഈ ഒരു നെഗോസിയേഷൻ. കാരണം ട്രംപിന്റെ ഒരു കളി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് ഭയങ്കരമായിട്ട് ട്വീറ്റ് ചെയ്യും, ട്രൂത്ത് പ്ലാറ്റ്ഫോമിൽ എഴുതും, നാണം കെടുത്തും. അത് ട്രംപ് ചെയ്യും. എന്നിട്ട് രഹസ്യമായിട്ട് ബാക്ക് ഡോറിൽ വരും. എന്നിട്ട് കാര്യം നൈസായിട്ട് നടത്തിയിട്ട് എന്ത് ചെയ്യും? ഓപ്പൺലി പബ്ലിക്കായിട്ട് അതാ ഇന്ത്യ ഞങ്ങൾക്ക് മുട്ടുമടക്കിയിരിക്കുന്നു, വി ഹാഡ് എ വണ്ടർഫുൾ കോൺവെർസേഷൻ, ഇന്ത്യ ഞങ്ങളുടെ വളരെ ഫ്രണ്ട്ലി നേഷനാണ്, ഞങ്ങൾ താരിഫ് ഒരു 18% ആക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എഴുതും. ഇതിന് യാതൊരു മടിയും ഇല്ലാത്ത വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോൾ എടുക്കാത്തത്. ആ പരിപാടി വേണ്ട. ഇനി ഓപ്പൺ ആയിട്ട് ഇന്ത്യയെ ക്രിട്ടിസൈസ് ചെയ്ത് നീ ഓപ്പൺ ആയിട്ട് ഇതിനെ നെഗോഷിയേറ്റ് ചെയ്താൽ മതി. അതാണ് ഇന്ത്യയുടെ നിലപാട്. ഒരു രാജ്യത്തിന്റെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതി കളിക്കുന്ന സംഗതിയല്ല. അത് കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപിന് മനസ്സിലാക്കി കൊടുക്കും ഇന്ത്യ. മെർസ് ഫ്രെഡറിക് പറയുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോളിസികളെ ഒരു രീതിയിലും ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അമേരിക്ക എന്ന് അമേരിക്കയ്ക്കെതിരെ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് യൂറോപ്പ് ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് ആഗ്രഹിക്കുന്നു. വളരെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. അമേരിക്കയ്ക്ക് ഇടുന്ന ഒരു പ്രഷർ തന്നെയാണ്. യൂറോപ്യൻ യൂണിയനുള്ള ഒരു പവർഫുൾ നേഷൻ, ഒരു വെൽത്തി നേഷൻ, അവരൊരു തീരുമാനം എടുക്കുകയാണ്. അവർ ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചിന് വേണ്ടി ആഗ്രഹിക്കുന്നു. വളരെ വളരെ പക്ക സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനകത്തൊന്നും തന്നെ മാറ്റാനില്ല. ഇനി യു കെയുടെ കാര്യത്തിലേക്ക് വരാം. യു കെ ഏത് നേരത്തും ഒരു ഫൈനാൻഷ്യൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏത് നേരത്തും യു കെയിലെ സാമ്പത്തിക ഭദ്രത അത് വളരെ വളരെ ലോയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു 3 വർഷത്തിനുള്ളിൽ യു കെയിൽ പെൻഷൻ കൊടുക്കുന്ന ഫണ്ട് വരെ മുടങ്ങാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പല വിദഗ്ധരും വിലയിരുത്തുന്നത്. ഞാൻ പറയുന്നത് ചെറിയ വിദഗ്ധരല്ല കേട്ടോ. ഗോൾഡ്മാൻ സാക്സസ്, അതുപോലെ തന്നെ JP മോർഗൻ പോലത്തെ കമ്പനികളാണ് ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. അതുപോലെ US-ന്റെ ഡോളറിന്റെ വാല്യുവേഷൻ അത് വീണ്ടും വീണ്ടും കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് ട്രംപ് എന്തെങ്കിലുമൊക്കെ ചില ഗിമിക്കുകൾ കാണിക്കുന്നതനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ മെച്ചപ്പെട്ട് ഡോളർ വാല്യൂ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ നെക്സ്റ്റ് 15 ഇയേഴ്സിൽ 20% മുതൽ 30% വരെ ഡോളർ ഇടിവ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ USA പർപ്പസ്ഫുള്ളി ഡോളറിനെ ഇടിച്ച് വീഴ്ത്തും. അമേരിക്ക പർപ്പസ്ഫുള്ളി ഡോളറിന്റെ വാല്യൂ കുറയ്ക്കും. കാരണം അമേരിക്കയുടെ കടം അത്രമാത്രമുണ്ട്. ഈ അമേരിക്കയുടെ ഈ ഭീമമായ കടം, അവരുടെ GDP-യെക്കാളും 1.5 മടങ്ങ് കൂടുതലാണ് അവരുടെ കടം. ആ കടം വീടണമെന്നുണ്ടെങ്കിൽ ഈ ഡോളറിന്റെ വാല്യൂ കുറയ്ക്കണം. അപ്പൊ പർപ്പസ്ഫുള്ളി അവർ ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണെന്നുള്ള ഒരു പഠനവും കൂടി വരുന്നുണ്ട്. പല റിസർച്ച് പേപ്പറുകളും നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ റിപ്പോർട്ടുകളുമുണ്ട്, അതേപോലെ ഇങ്ങനെ ഡോളർ ഡീവാല്യുവേഷന്റെ റിപ്പോർട്ടുകളുമുണ്ട്. പർപ്പസ്ഫുള്ളി അവർ USA നിർബന്ധിതമാകും ഡോളറിനെ ഡീവാല്യുവേറ്റ് ചെയ്യാൻ എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ തരുന്നത് ഒരു പുതിയ അറിവായിരിക്കും. ഞാനും ഇത് വളരെ വണ്ടറടിച്ച് തന്നെയാണ് വായിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഡോളർ ഡീവാല്യുവേഷൻ ചെയ്യാതെ അമേരിക്കയ്ക്ക് കടം വീട്ടാൻ പറ്റില്ല. പക്ഷേ അതിപ്പോൾ ഈ കോമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപിന് അത് മനസ്സിലാവില്ല. ട്രംപ് ഡോളറിനെ ശക്തിപ്പെടുത്തണം എന്നാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എത്ര കാലം ഇത് ശക്തിപ്പെടുത്തും? ഡോളറിനെ ശക്തിപ്പെടുത്തുന്നിടത്തോളം കാലം അമേരിക്കയുടെ ബോണ്ട് മേടിച്ച് ട്രഷറിയിൽ വെച്ചിരിക്കുന്ന അന്യരാജ്യക്കാരുടെ ബോണ്ടുകളിലെ അതിന്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിവേ അതൊരു സൈഡിൽ നിൽക്കട്ടെ. അതൊരു വ്യത്യസ്തമായ ഒരു ബ്രോഡ് മൈൻഡ് ടോപ്പിക്കാണ്. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. ഇപ്പൊ നമ്മൾ തൽക്കാലം ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന റൈവലറി ഉണ്ടല്ലോ, അതിനെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാം. യു കെയുടെ ഈ ഒരു അവസ്ഥ, അതായത് ഈ പെൻഷൻ പൈസ പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പെൻഷൻ ഫണ്ടുകൾ വരെ മുടങ്ങുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് യു കെ തള്ളപ്പെടും എന്ന് പറഞ്ഞത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് പേപ്പേഴ്സാണ് കേട്ടോ. അവരാണ് വളരെ വ്യക്തമായിട്ട് ഒരു പഠനം നടത്തി ഡീറ്റെയിൽ പുറത്തുവിട്ടിരിക്കുന്നത്.
50 ബില്യൺ യൂറോ UK കടമെടുക്കേണ്ട അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുകയാണ്. 50 ബില്യൺ യൂറോ കടമെടുക്കേണ്ട അവസ്ഥയിലേക്ക് UK ഇപ്പം നിലവിൽ അതാണ് UKയുടെ അവസ്ഥ. UKയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താമെന്ന് പറഞ്ഞിട്ട് പല പ്രൈം മിനിസ്റ്റർമാരും മാറി 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 ഭരിക്കുകയാണ്. പലരും കസേരയിൽ വന്ന് ഇരിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. ഇപ്പൊ ഏതാണ്ട് കീർ സ്റ്റാർമർ വന്ന് ഇരിക്കുകയാണ്. ചിലപ്പോൾ കീർ സ്റ്റാർമറെ കൊണ്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ചോദ്യചിഹ്നമാണ്. അമേരിക്കയിൽ ഫെഡറൽ റിസർവ് ബാങ്കിന്റെ ഗവർണർ, പുള്ളിക്കാരത്തിയുടെ പേര് ലിസ കുക്ക്. ലിസ കുക്ക് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വംശജയാണ്. ഇനി 2 വർഷ കാലാവധി ഉണ്ട് അവർക്ക്. ഇപ്പൊ ട്രംപ് ലിസ കുക്കിന്റെ മേളിൽ പ്രഷർ ഇടുകയാണ്, ഫെഡറൽ റിസർവില് പ്രഷർ ഇടുകയാണ്. ഞാൻ ഈ വിഷയം ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇതേ സ്ഥിതി, താരിഫിന്റെ അവസ്ഥ ഇതേ സ്ഥിതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കേണ്ടി വരും എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ടാവുന്ന അറിയത്തില്ല. ഓർമ്മയുള്ള ആൾക്കാർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ക്ലെയിം പറയുന്നതല്ല, പറഞ്ഞ വിഷയമാണ്, നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. അമേരിക്കയുടെ സെൻട്രൽ ബാങ്കിൽ ട്രംപ് പ്രഷർ ഇടുകയാണ്. ഇപ്പൊ നിലവിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റിന് താരിഫ് ഇല്ല ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നതിന്. കാരണം അത് അവർക്ക് വളരെ അത്യാവശ്യമാണ്. 20 to 25 ബില്യൺ വാല്യൂ ഉള്ള ഒരു ട്രേഡ് ഏരിയയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമ്മളിപ്പോൾ 86-90 ബില്യനാണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു 25 ബില്യൺ നിങ്ങൾ മൈനസ് ചെയ്തോളൂ. അപ്പൊ ബാക്കിയുള്ളത് എത്രയാണ്? ഒരു 60 ബില്യൺ. ഒരു 60 ബില്യൺ ട്രേഡിന്റെ വിഷയമാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 58% താരിഫ് ഇപ്പൊ നമുക്ക് ഇന്ത്യക്ക് തന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ളിൽ 2 മേഖലകൾ, ഒന്ന് ഈ ആഭരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഫോറിൻ കൺട്രിയിൽ നിന്ന് സ്വർണം റിസീവ് ചെയ്തിട്ട് ആഭരണം ഉണ്ടാക്കി തിരിച്ചയക്കുമ്പോൾ നമ്മൾ ഒരു ഡ്യൂട്ടി അവർ പേ ചെയ്യും. അതായത് സാധനം റിസീവ് ചെയ്യുമ്പോഴത്തേക്കും കസ്റ്റംസിന് ഒരു ഡ്യൂട്ടി അടയ്ക്കും ഈ പണിക്കാർ, അതായത് ഷോപ്പ് ഓണേഴ്സ്. ഈ സാധനം തിരിച്ചയക്കുമ്പോഴത്തേക്കും നമ്മൾ ഗവൺമെന്റിലേക്ക് അടച്ച ഡ്യൂട്ടി നമ്മളുടെ ഷോപ്പ് ഓണേഴ്സിന് തിരിച്ചു കൊടുക്കും നമ്മുടെ ഗവൺമെന്റ്. അത് തിരിച്ചു കൊടുക്കുന്നതിൽ ചെറിയൊരു വർധനവ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. തിരിച്ചു കൊടുക്കുന്ന എമൗണ്ടിൽ ചെറിയൊരു തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ആഭരണം പണിയുന്ന ആൾക്കാർക്ക് അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചെറിയ ആനുകൂല്യം ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഏതാണ്ട് 30,000 കോടിയോളം ടെക്സ്റ്റൈൽ മേഖലയിലേക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് അവിടെ വരുന്ന നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ ലോൺ എടുത്തിരിക്കുന്ന ആൾക്കാർ അവർക്ക് സബ്സിഡി കൊടുക്കാനും അതേപോലെ അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പരുത്തി അതിന്റെ റോ മെറ്റീരിയൽസ്, അപ്പൊ ആ റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് ഇച്ചിരി നെഗോഷിയേറ്റ് ചെയ്ത് കുറച്ചിട്ടുണ്ട്. ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ ക്ലോത്ത് മാനുഫാക്ചറിങ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കും. ആ രീതിയിൽ ചില ഇളവുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ ശക്തിപ്പെടുത്താനാണ്. അതായത് ഇപ്പൊ നല്ല ഗുഡ് ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഇപ്പൊ നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കണമെന്നില്ല. ആ ക്വാളിറ്റി പ്രോഡക്ട്സ് നമുക്ക് ഇന്ത്യക്കുള്ളിൽ തന്നെ പർച്ചേസ് ചെയ്യാം, ഇന്ത്യൻസിന് ഉപയോഗിക്കാം. ആ രീതിയിലുള്ള അഡീഷണൽ ഷോറൂം എന്നുള്ള നിലയിൽ ഈ ഒരു വിഷയം മുന്നോട്ട് പോവുകയാണ്, ഇന്ത്യക്കുള്ളിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട്. അതായത് ഇപ്പോൾ ഞാൻ ചൈനയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. ചൈന വെറും 1 ട്രില്യൺ ആണ് അമേരിക്കയിൽ നിന്നും റിസീവ് ചെയ്യുന്ന GDP കോൺട്രിബ്യൂഷൻ. പക്ഷെ അവരുടെ GDP 18-19 ട്രില്യൺ ആണ്. അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലാണ് അവർ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ത്യയും ഡൊമസ്റ്റിക് മാർക്കറ്റ് ശക്തിപ്പെടുത്താനാണ് ഇപ്പൊ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ 3 രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ ഗവർണർ ഒരിക്കലും സമ്മതിക്കുന്നില്ല, ലിസ കുക്ക് ഒരിക്കലും സമ്മതിക്കുന്നില്ല. എന്തിനാണ്? ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്ന് മിനിഞ്ഞാന്ന് വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്കയിൽ നിന്നും. ഈ വാർത്ത വന്ന ഉടനെ അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെറിയൊരു വ്യത്യാസം, അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പുത്തൻ ഉണർവ്. അപ്പം ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നു. അപ്പൊ ബാങ്കുകൾ കൂടുതൽ ലോൺ എടുക്കും, അപ്പൊ ജനങ്ങൾക്ക് കൂടുതൽ ലോൺ കൊടുക്കും. അപ്പൊ അവിടെ ഒരു മണി റൊട്ടേഷൻ ഉണ്ടാവും, അവിടെ ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ ബിസിനസ് ഒരുപാട് ശക്തിപ്പെടും. അപ്പൊ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം എന്നുള്ള നിലയിൽ സ്റ്റോക്ക് മാർക്കറ്റുകളിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റുകൾ വന്നിരുന്നു. പക്ഷെ അത് വീണ്ടും ഒരു പരിധി വരെ നിലച്ചിരിക്കുകയാണ്. കാരണം ഇന്നുണ്ടായ സംഭവം, ഇന്ന് ഈ ലിസ കുക്കിനെ മോർഗേജ് ലോൺ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തിരിമറികൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിൽ ആരോപണം ഉന്നയിച്ച് അവരെ ആ ഒരു പൊസിഷനിൽ നിന്നും നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. പക്ഷെ അവര് ശക്തമായി ഇതിനെ എതിർക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി 2 വർഷ കാലാവധിയുണ്ട്. അതുവരെ ഡൊണാൾഡ് ട്രംപ് അല്ല, ആര് വിചാരിച്ചാലും എന്നെ ഈ ഒരു പൊസിഷനിൽ നിന്ന് മാറ്റാൻ കഴിയില്ല, ഞാൻ കോടതിയിൽ പോവാണ്, അതുവരെ എന്നെ ഇവിടുന്ന് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ കോടതിയിൽ പേപ്പർ മൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി കോടതി തീരുമാനിക്കും ഇവർ കുറ്റക്കാരാണോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഡൊണാൾഡ് ട്രംപ് ഇതിനു മുമ്പും ഇതേപോലെ സെൻട്രൽ ബാങ്ക് ഗവർണറുടെ മേളിൽ അവിടെ തുടർച്ചയായിട്ട് ഇരുന്നിരുന്ന ഗവർണറുകളുടെ മേളിൽ ആരോപണം ഉന്നയിക്കുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയായിട്ട് തുടരുന്ന ആളാണ്. ഇതേപോലത്തെ ഹിസ്റ്ററി ഉണ്ട് എന്നുള്ളതും പറഞ്ഞുകൊണ്ടാണ് ലിസ കുക്ക് ആരോപണം ഉന്നയിച്ചുകൊണ്ട് നേരെ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പൊ ആ വിഷയം അവിടെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. ഇപ്പൊ ഇത് കോടതിയിൽ എത്രമാത്രം ടൈം ഡിലേ എടുക്കുന്നോ അതിനനുസരിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടെ പരിങ്ങലിലാവും അമേരിക്കയുടെ ഉള്ളിൽ. കാരണം ജനങ്ങൾ ഇൻഫ്ലേഷൻ ഫീൽ ചെയ്യാൻ പാടില്ല എന്നാണ് ട്രംപ് വിചാരിക്കുന്നത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? എത്രയും വേഗം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ട്
ലോൺ കൊടുക്കുക ജനങ്ങൾക്ക്. അതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോൺ കൊടുക്കുമ്പോൾ എന്താവും, ആൾക്കാരുടെ കയ്യിൽ പൈസ വരും. അപ്പോൾ അവരത് വെച്ചിട്ട് ലാവിഷായിട്ട് പർച്ചേസ് ചെയ്യും. പക്ഷേ ഇത് അധികകാലം നീണ്ടു പോകത്തില്ല. ഇത് കൂടിപ്പോയാൽ ഒരു 6 മാസം 7 മാസം 8 മാസം മാത്രമേ ഈ ഒരു പ്രവൃത്തി നിൽക്കുള്ളൂ. ലോൺ എടുത്ത പൈസ തീരുമ്പോഴത്തേക്ക് വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും ലോൺ കൊടുക്കുമോ? പിന്നെ ബാങ്കുകൾക്ക് ഈ കൊടുത്ത ലോൺ തിരിച്ചു പിടിക്കാനുള്ള ഒരു ടൈമുണ്ട്. ആ ടൈം ആകുമ്പോഴത്തേക്കും ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്തും. അപ്പോൾ എന്നിട്ട് ഈ ലോൺ എല്ലാം റിക്കവറി മോഡിലിടും. അപ്പോൾ റിക്കവറി ചെയ്യാനുള്ള സാഹചര്യം വരും. അപ്പോൾ ജനങ്ങൾ അപ്പോൾ ഈ ലോൺ എടുത്ത ആൾക്കാരെയൊക്കെ തിരിച്ച് വിളിച്ച് ഭീഷണിപ്പെടുത്തി ലോൺ തിരിച്ചടയ്ക്കാൻ പറയും. ഇവരെ ഫോൺ വിളിച്ച് ഇവരെ ഫോളോ അപ്പ് ചെയ്യും. ഏത് സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് കളക്ഷൻ കോളുകൾ വരും, ലോൺ അടയ്ക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട്. ഒരടവ് മിസ്സായാൽ പോലും നിങ്ങളുടെ ക്രെഡിറ്റ് റേറ്റ് വല്ലാത്ത രീതിയിൽ ഡൗൺ ആവും. അമേരിക്കയിൽ ഈ ക്രെഡിറ്റ് റേറ്റ് എന്ന് പറയുന്നത് അമേരിക്കയിൽ മാത്രമല്ല, അവിടുത്തെ ക്യാപിറ്റലിസം പോളിസികളാണ് മറ്റുള്ള പല രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നത്. ഈ ക്രെഡിറ്റ് ലിമിറ്റ് താഴെ പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരു ലോണോ അല്ലെങ്കിൽ പിന്നീട് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടോ നിങ്ങൾക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് ഫ്യൂച്ചറിൽ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കും. കാരണം അവിടുത്തെ ഒരു ലോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ ഒരു ഹോം ലോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 30 വർഷ കാലാവധിയാണ്. പൈസയുള്ളവർ എളുപ്പത്തിൽ അടച്ചു തീർത്തങ്ങ് പോകും. പക്ഷേ 30 വർഷത്തേക്ക് നിങ്ങൾ അമേരിക്കയിൽ ഒരു വീട് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കടക്കാരനാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്താണ് ഉണ്ടാവുക, ഒരു അഡീഷണൽ ചെലവിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്മോൾ ഫൈനാൻസിങ് ലോണോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ക്രെഡിറ്റ് ലെവൽ അത്രമാത്രം വീക്ക് ആയിരിക്കും. ഈ ഒരു അവസ്ഥയിലേക്ക് അമേരിക്കയെ തള്ളിവിടാൻ പോവുകയാണ് ഡൊണാൾഡ് ട്രംപ്. തിരിച്ചടയ്ക്കാൻ കഴിയില്ലാത്ത ആൾക്കാരൊക്കെ അവസാനം ലീഗൽ കേസ് ഫേസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോകും. അമേരിക്കയെ കുത്തുപാള എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ ലിസാക്കുക്ക് പോലത്തെ ഗവർണർ, അവരൊക്കെ ഫൈനാൻസുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. അവർക്കറിയാം, അവർ മുൻകൂട്ടി കാണുന്നുണ്ട് ഈ വിഷയം. സാധാരണക്കാരനായ എനിക്ക് തന്നെ ഈ കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു എങ്കിൽ ഫെഡറൽ റിസർവ് ബാങ്കിന്റെ ഗവർണറായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ എത്രമാത്രം ഒരു ജ്ഞാനം ഉണ്ടാവും ഈ ഫൈനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. അപ്പോൾ അവരത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ഇത് വേണ്ട എന്ന് പറയുന്നത്. കാരണം ഇത് താൽക്കാലികമാണ്, ഒരു ടെമ്പററി സൊല്യൂഷനാണ് ട്രംപ് ഇവിടെ അഡ്വൈസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ജെ ഡി വാൻസ് ഇപ്പം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അമേരിക്ക ഒരു സ്റ്റെപ്പ് താഴോട്ട് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ അമേരിക്കയുടെ വൈറ്റ് ഹൗസിന്റെ കോൾ ഇന്ത്യ സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ജർമ്മനി ഇതിനെ അന്തം വിട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ, ഒരു രാജ്യവും ചെയ്യാത്ത പരിപാടിയാണ്. കാരണം വൈറ്റ് ഹൗസിൽ നിന്നൊരു കോൾ വരിക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യവും ആ രീതിയിലുള്ളൊരു തീരുമാനം എടുക്കില്ല, അവർ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യും. പക്ഷേ ഇന്ത്യ റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷേ പ്രൈം മിനിസ്റ്റർ മോദി സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അമേരിക്കയ്ക്ക് എതിരെ തന്നെയാണ് പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത്. ഇത് ട്രംപ് കാണുന്നുണ്ട്. ഇപ്പൊ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ മേളിൽ സാങ്ഷൻ ഇടാം. ഇനി ഇന്ത്യയുടെ മേളിൽ സാങ്ഷൻ ഡയറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റത്തില്ല. എന്താണ് കാരണം? ഒരുപാട് ചോദ്യം വരും. എന്തുകൊണ്ട് പിന്നെ യുദ്ധം നടത്തുന്ന റഷ്യയുടെ മേളിൽ നിങ്ങൾ സാങ്ഷൻ ഇടുന്നില്ല? ആ ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുക്കണം. എന്ത് സാങ്ഷൻ ആണെന്ന് ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ. റഷ്യയുടെ മേളിൽ ഒരുപാട് സാങ്ഷൻസ് ഓൾറെഡി ഉണ്ട്, പക്ഷേ ഓയിലിന് സാങ്ഷൻ ഇല്ല. എന്നാൽ പിന്നെ അമേരിക്ക ഓയിൽ, ഗ്യാസ്, LNG ഇതിനെല്ലാം സാങ്ഷൻ ഇടണം. യൂറോപ്പ് മാത്രമാണല്ലോ സാങ്ഷൻ ഇട്ടിട്ട് വളഞ്ഞ വഴി കൂടെ ഇപ്പൊ എണ്ണയൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഉള്ളിൽ കൂടെ വേറെ മേടിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ അങ്ങനെ റഷ്യയെ കട്ട് ചെയ്തിട്ടേ ഇന്ത്യക്ക് വരാൻ പറ്റൂ. ഇപ്പൊ എന്തുകൊണ്ടാണ് റഷ്യൻ ഓയിലിന് ഇവർ സാങ്ഷൻ ഇടുന്നില്ല? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. റഷ്യൻ ഓയിലിന് സാങ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 5 മില്യൺ ബാരൽ പെർ ഡേ മാർക്കറ്റിൽ ഷോർട്ടേജ് ഉണ്ടാവും. ഈ ഷോർട്ടേജ് നികത്തണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1.5 വർഷം എടുക്കും. മിനിമം 1.5 വർഷം. ലെറ്റ്സ് സേ ഒരു വർഷം, ഒരു 3 മാസമെങ്കിലും എടുക്കും. അല്ലാതെ ഈ 5 മില്യൺ ബാരലിന്റെ ഷോർട്ടേജ് നികത്താൻ പറ്റില്ല. അമേരിക്ക എണ്ണ വിൽക്കുന്ന രാജ്യമാണ്. എന്നാൽ അമേരിക്ക എന്ത് ചെയ്യണം? അമേരിക്ക കുറഞ്ഞ വിലയ്ക്ക് എണ്ണ തരണം. ഓക്കെ, ഇന്ത്യ അമേരിക്കയുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ വേണമെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ റഷ്യ തരുന്നത് പോലെ ഡിസ്കൗണ്ടിൽ റഷ്യയെക്കാളും $1 കുറച്ച് തരാൻ തയ്യാറാണോ? അതിന് നിങ്ങൾ തയ്യാറല്ലല്ലോ. അപ്പോൾ ഇന്ത്യ ഇത്രയും 140 കോടി പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യം, നമ്മൾ എവിടെ എണ്ണയ്ക്ക് വില കുറവ് അവിടെ മേടിക്കും. നമ്മൾ ഇറാൻ്റെ അടുത്ത് മേടിച്ചുകൊണ്ടിരുന്ന് നിങ്ങൾ അവിടെ സാങ്ഷൻ ഇട്ട്, നമ്മൾ വെനിസുല എടുത്ത് മേടിക്കാൻ പോയി, അവിടെയും തടസ്സമുണ്ടാക്കി. നമ്മളിത് റഷ്യ എടുത്ത് മേടിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ അവിടെയും മേടിക്കണ്ടെന്ന് പറയുന്നു. 88% ഇറക്കുമതി ആശ്രയിച്ചിരിക്കുന്ന ഇന്ത്യയുടെ എനർജി മേഖല നമ്മൾ ഭീമമായ തുക കൊടുത്ത് അമേരിക്കയിൽ നിന്ന് മേടിക്കണോ? ഇത് എന്ത് തരം ന്യായമാണ്? ഇതാണ് ഇരട്ടത്താപ്പ്. ഇന്ത്യക്ക് മേളിൽ സാങ്ഷൻ വരില്ല, പക്ഷേ സാങ്ഷൻ ഇടും എന്നുള്ള രീതിയിലുള്ള ഭീഷണികൾ വരും. ഇനി JD വാൻസ് പറഞ്ഞു വെക്കുന്നത്, ഇന്ത്യ പ്രഷർ ചെയ്ത് റഷ്യ എടുത്ത് സംസാരിച്ച് ഈ യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാക്കണം. അതെന്തേ നിങ്ങൾ ചർച്ച നടത്തിയിട്ട് നടക്കുന്നില്ലേ? എന്താണ് സംഭവം? ഇതാണ് JD വാൻസ് പറഞ്ഞു വെക്കുന്ന സ്റ്റേറ്റ്മെന്റ്. തന്നെ നിക്കി ഹാലിയെ കുറിച്ച് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവര് ഒരു ന്യൂട്രൽ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ അവർ ഇന്ത്യ ഉപദേശിക്കുന്ന രീതിയിലാണ്. നിക്കി ഹാലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ചർച്ചയ്ക്ക് വരണം.
ഞാൻ പറഞ്ഞല്ലോ, അവർ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യയെ ശക്തമായി ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. ഇന്ത്യ ഡിനൈ ചെയ്ത് നിൽക്കുകയാണ്. കാരണം ഇതൊരു അവസരമാണ്. ഈ അവസരം നമ്മൾ കളഞ്ഞു കുളിച്ചാൽ നമ്മൾ എന്നേക്കും ഈ അമേരിക്കയുടെ അടിമയായിട്ട് മാറും. അത് പാടില്ല. ഇന്ത്യ നട്ടൽ ഉയർത്തി തന്നെയാണ് നിൽക്കേണ്ടത്. മറ്റുള്ള രാജ്യങ്ങളെ പോലെ അല്ല ഇന്ത്യയുമായിട്ട് കളിക്കുമ്പോൾ ഏത് രീതിയിൽ സൂക്ഷിക്കണം എന്നുള്ളത് അമേരിക്കയ്ക്ക് ഇപ്പൊ നമ്മൾ ഇന്ത്യ കൊടുക്കുന്ന ഒരു പാഠമാണിത്. ഇപ്പൊ ഇന്ത്യക്ക് മേളിൽ സാങ്ഷൻ എന്ന് അമേരിക്ക പറയുകയാണെന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് ഇന്ത്യക്ക് മേളിൽ സാങ്ഷൻ ഇടുമെന്ന് പറയുന്നു വെച്ചോ. ഇപ്പൊ ഇത്ര മാത്രം അവർ നമ്മളെ ക്ഷണിക്കുകയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൗൺസിലേറ്റ് ത്രൂ അപ്രോച്ച് ചെയ്യുന്നു. ഇപ്പോഴത്തെ നിക്കി ഹാലെ ഇന്ത്യയെ ചർച്ചയ്ക്ക് വിളിക്കുന്നു, ട്രംപുമായിട്ട് ഇരുന്ന് സംസാരിക്കണം എന്ന് പറയുന്നു. കാരണം നമ്മൾ കോൾ എടുക്കുന്നില്ല. നമ്മൾ വേറൊരു സൈഡിലൂടെ അലയൻസ് ശക്തിപ്പെടുത്തുകയാണ്, പ്രത്യേകിച്ച് ചൈനയുമായിട്ട്. ഇതൊക്കെ ഭയങ്കരമായിട്ട് അമേരിക്കയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്ക തന്നെയാണ് യുദ്ധം തുടങ്ങിയത്. അമേരിക്ക റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നത്, യുക്രൈനെ വെച്ചിട്ട് യുദ്ധം നടത്തുകയാണ്. അപ്പൊ അവര് റഷ്യ എടുത്ത് ഇത് പാടില്ല, റഷ്യ എടുത്ത് അത് പാടില്ല, റഷ്യയുമായിട്ട് ഇന്നത് പാടില്ല എന്നൊക്കെ അവർ പറയുന്നു. പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ യുദ്ധം ചെയ്ത്, എന്നാൽ പിന്നെ നമ്മൾ പറയണ്ടേ പാകിസ്ഥാനുമായിട്ട് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, പാകിസ്ഥാനുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യക്ക് വരണ്ട എന്നൊക്കെ നമ്മൾ പറയണേ? നമ്മൾ അങ്ങനെ പറയുന്നില്ലല്ലോ. നമ്മൾക്ക് യുദ്ധം ചെയ്യാനുള്ള വില്ലിംഗ് ഉണ്ട്. അമേരിക്ക ഒരു രാജ്യത്തും പോയി യുദ്ധം ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഈ അഫ്ഗാനിസ്ഥാന്റെ കാര്യം എടുത്ത് നോക്കൂ. അഫ്ഗാനിസ്ഥാനിൽ അവസാനം എല്ലാം സറണ്ടർ ചെയ്ത് ഞങ്ങൾ മടങ്ങിപ്പോവാണ്, നമ്മളെ ഒന്നും ചെയ്യേണ്ട, ഞങ്ങൾ രാജ്യം വിടുകയാണെന്ന് പറഞ്ഞിട്ട് ഉള്ള ആയുധങ്ങളും കൂടി കൊടുത്തിട്ട് പോകേണ്ട അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. ഇറാഖിന്റെ വിഷയം പറഞ്ഞാലോ, ഇറാഖ് എന്ത് അമേരിക്ക ഇറങ്ങി ഒറ്റയ്ക്ക് നേടിയതാ? ഒരിക്കലും ഇല്ല. ഇറാഖിലേക്ക് ഒറ്റയ്ക്ക് അവർ വന്നില്ല. ഈ നാറ്റോ സഖ്യങ്ങളുടെ കൂട്ടായ്മയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവർ ഒരുമിച്ചാണ് അവിടെ വന്നത്. കാരണം അത്രമാത്രം പേടിത്തൊണ്ടന്മാരാണ്. അവർക്ക് വില്ലിങ്നെസ് ഇല്ല. കാരണം അവരെല്ലാം കംഫർട്ട് സോണിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 100 വർഷം കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് യുദ്ധം ചെയ്യാനുള്ള ആ ഒരു മാനസികാവസ്ഥയൊന്നുമില്ല. നമ്മൾ നിരന്തരം നമ്മളുടെ ജമ്മു ആൻഡ് കാശ്മീർ റീജിയനിൽ പൊരുതിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ LACയുടെ ഭാഗത്തും LOCയുടെ ഭാഗത്തും. അപ്പോൾ നമ്മളുടെ സ്ട്രെങ്ത് അവർക്ക് വരില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടെയൊക്കെ യുദ്ധത്തിന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഈ രീതിയിലെ ഒളിയുദ്ധങ്ങളാണ് അവർ നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ വിയറ്റ്നാം യുദ്ധം കഴിഞ്ഞിട്ട് അമേരിക്ക ശക്തമായ രീതിയിൽ ഒരു യുദ്ധങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 5000 കിലോമീറ്റർ റേഞ്ചിൽ നമ്മൾ ഒരു മിസൈൽ പരീക്ഷണം നടത്തി, അഗ്നി 5. ഇത് വേറെ ഒന്നും നമ്മൾ ഉദ്ദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാകിസ്ഥാനൊക്കെ നമ്മുടെ തൊട്ടടുത്ത നാടാണ്, അതിന് ആണവായുധത്തിന്റെ ആവശ്യമേ ഇല്ല. ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ, അതായത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് നമ്മൾ പരീക്ഷണം നടത്തിയത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു 7000 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്നാലും ഡീഗോ ഗാർസിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അവിടെ നിന്നാണ് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യാൻ വളരെ എളുപ്പം അമേരിക്കയ്ക്ക്. അത് ഇന്ത്യയുടെ പരിധിയിലുണ്ട്, ഇന്ത്യൻ സർവൈലൻസിൽ ഉണ്ട് ഡീഗോ ഗാർസിയ എന്ന് പറയാതെ പറയുകയാണ് ഇന്ത്യ. പിന്നെ അമേരിക്ക പാകിസ്ഥാനെ ലോഡ് ചെയ്യുന്ന പറഞ്ഞാൽ അമേരിക്ക പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്നത് അവിടുത്തെ ബലൂച്ച് സംഘടനയ്ക്കെതിരെ പൊരുതാനാണ്. ഇന്ത്യക്കെതിരെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പാകിസ്ഥാന് നന്നായിട്ട് അറിയാം. അതിനേക്കാളും ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം പാകിസ്ഥാന്റെ കിരാണ ഹിൽസ് അടിച്ച് പൊട്ടിച്ചത് അമേരിക്കയുടെ കൺമുമ്പിൽ വെച്ച് തന്നെയാണ്. അമേരിക്ക കൂടുതൽ ഇന്ത്യക്കുള്ളിൽ യുദ്ധവുമായിട്ട് വരും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതിനുള്ള കെൽപ്പ് അമേരിക്കയ്ക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ദേ ആർ നോട്ട് വില്ലിംഗ് ടു. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അതിനുള്ള വില്ലിങ്നെസ് ഇല്ല. ഇന്ത്യ ശക്തമായി ഈ ഒരു US-ന്റെ താരിഫിനെ റിട്ടാലിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ 100% ഇട്ടാലും നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്യും, അതിൽ യാതൊരു മാറ്റമില്ല. GST സ്ലാബ് 2 കുറയ്ക്കുന്നുണ്ട്. അതിൽ ഒന്ന് 5%, മറ്റൊന്ന് 18%. 28% GST ഇനി ഇല്ല. ലക്ഷറി ഗുഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന GST ആണ് 40%. ഇനി ഇതുകൊണ്ട് ഇന്ത്യക്ക് നഷ്ടമുണ്ടാകും വെച്ചാൽ യെസ്, നഷ്ടമുണ്ടാകും. ഏതാണ്ട് 40,000 കോടി GST കളക്ഷനിൽ നഷ്ടമുണ്ടാകും എന്നാണ് വിലയിരുത്തുന്നത്. പക്ഷേ അതൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയും എന്നുള്ള ബദൽ മാർഗങ്ങളും കൂടി ഉപദേശിക്കുന്നുണ്ട് RBI. നമ്മൾ ഇതേ രീതിയിലുള്ള ഒരു റൈവലറി മുന്നോട്ട് പോകുന്നു വെച്ചോ, ഇന്ത്യക്കും അമേരിക്കയും തമ്മിൽ. അവസാനം അവർ പറയും ഇന്ത്യക്ക് മേളിൽ സാങ്ഷൻ എന്ന് പറയും. ഇതാണ് അമേരിക്കയുടെ അറ്റകൈ പ്രയോഗം. അമേരിക്ക ഇന്ത്യക്ക് മേളിൽ സാങ്ഷൻ എന്ന് പറയുന്നെങ്കിൽ ഇന്ത്യ അറ്റകൈ പ്രയോഗം നടത്തും. എന്താണ്? റഷ്യക്ക് ഒരു മിലിറ്ററി ബേസ് നമ്മൾ ഇന്ത്യൻ ഓഷനിൽ കൊടുക്കും. ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി അമേരിക്ക മുട്ടുമടക്കാൻ. ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇത് അറ്റകൈ പ്രയോഗമാണ്. ജിയോ പൊളിറ്റിക്സ് അമേരിക്കയ്ക്ക് മാത്രമല്ല, നമുക്ക് നന്നായിട്ടറിയാം. റഷ്യക്ക് ഒരു മിലിറ്ററി ബേസ് നമ്മൾ ഇന്ത്യയിൽ ഓഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊമെന്റിൽ അമേരിക്ക മുട്ടുമടക്കും. ഇനി ഇതിന്റെ പ്രത്യാഘാതം എന്താണ്? എന്തുകൊണ്ടാണ് അമേരിക്ക മുട്ടുമടക്കും? ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യയുടെ പവർ, ചൈനയുടെ പവർ, റഷ്യയുടെ പവർ, ഇത് വളരെ വലുതാണ്. JD വാൻസും മാർക്കോ റൂബിയോയും ഒരു മാസത്തിന് മുമ്പ് പറഞ്ഞതാണ്, നമ്മളുടെ മെറൈൻ ഷിപ്പ് ബിൽഡിംഗ് നമ്മൾ ശക്തിപ്പെടുത്തണം, കാരണം നമ്മൾ അതിൽ ഒരുപാട് വീക്കാണ്. ഇനി അതിലുപരിയായിട്ട് ചൈനയെ പോലെയോ ഇന്ത്യയുടെ ശക്തി പോലെയോ റഷ്യയുടെ മെറൈൻ സെക്യൂരിറ്റി പോലെയോ ഇമീഡിയറ്റ് ആയിട്ട് അമേരിക്കയ്ക്ക് ഒരു മെറൈൻ സെക്യൂരിറ്റി ഫോഴ്സ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയെ നിർണായകമായിട്ടുള്ള ഒരു കണ്ണിയായിട്ട് കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യ അൺഅവോയ്ഡബിൾ ആണ്. മറ്റുള്ളവർ പറയുന്ന പോലെ ഇന്ത്യ ഏതാണ്ട് ക്വാഡിന് വേണ്ടിയിട്ട്
സഖ്യത്തിൽ ചേരാൻ വേണ്ടിയിട്ട് ജപ്പാന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ പോയതാണ് അമേരിക്കയെ അനുനയിപ്പിക്കാൻ എന്നൊക്കെ ആൾക്കാർ അടിച്ചുവിടുന്നുണ്ട്. ഇന്ത്യയുടെ പവർ ഈ മാരിടൈം സെക്യൂരിറ്റിയിൽ എന്താണെന്നുള്ളത് ഇന്ത്യക്ക് ഉള്ളിലുള്ള ചിലർക്ക് മനസ്സിലാവില്ലായിരിക്കും. പക്ഷേ അത് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ക്വാഡിൽ ഇന്ത്യയെ വെച്ചിരിക്കുന്നത്. നമ്മൾ മാരിടൈം സെക്യൂരിറ്റിയിൽ വീക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അമേരിക്ക ക്വാഡ് സഖ്യത്തിൽ ഇന്ത്യയെ ചേർക്കുമെന്ന്? ഒരിക്കലുമില്ല. അമേരിക്കയ്ക്ക് എക്സ്പെൻസീവ് ആകുന്ന യൂസ്ലെസ് ആയിട്ടുള്ള പരിപാടികളൊന്നും അവർ ചെയ്യില്ല. പിന്നെ ചെറിയ നക്കാപ്പച്ച താരിഫിന് വേണ്ടിയിട്ട് ഇന്ത്യയെ ഒതുക്കി നിർത്താൻ തീരുമാനിച്ച അമേരിക്കൻ ഭരണകൂടം ക്വാഡില് ഇന്ത്യക്ക് വിലയില്ലാതെ ഇന്ത്യയെ ചേർക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇന്ത്യക്ക് അത്രമാത്രം പവർ ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് ഇന്ത്യയെ ഇന്ന് ക്വാഡ് സഖ്യത്തിൽ നിർത്തിയിരിക്കുന്നത്. ഇന്ത്യ ക്വാഡ് സഖ്യത്തിൽ ഉണ്ടാവേണ്ടത് അമേരിക്കയുടെ താല്പര്യമാണ്, ജപ്പാന്റെ താല്പര്യമാണ്, ഓസ്ട്രേലിയയുടെ താല്പര്യമാണ്, സൗത്ത് കൊറിയയുടെ താല്പര്യമാണ്. അല്ലാതെ ഇന്ത്യ അങ്ങോട്ട് എന്നെ ക്വാഡിൽ എടുക്കുമെന്ന് പറഞ്ഞ് പോയതല്ല. അതാദ്യം മനസ്സിലാക്കുക. ചില സമയം നമുക്ക് ഇതേപോലത്തെ ബുദ്ധിമുട്ടുകൾ വരും, നഷ്ടം വരും. ചിലപ്പോൾ നമുക്ക് ഒരു 1 ഇയർ നമുക്ക് ലോസ് സംഭവിക്കും. എന്നാലും നമ്മൾ പിടിച്ചു നിൽക്കണം. നമുക്ക് പിടിച്ചു നിൽക്കാൻ മാർഗമുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ GDP വളർച്ചയിൽ ചെറിയ കുറവ് രേഖപ്പെടുത്തിയേക്കാം. പക്ഷേ അമേരിക്കയ്ക്ക് വരാൻ പോകുന്ന ചില്ലറ കളിയല്ല. ഈ ഫെഡറൽ റിസർവിൽ നിന്ന് ട്രംപ് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ ട്രംപ് ഉടനെ തന്നെ തിരിച്ചടി നേരിടും. ഇനി ഫെഡറൽ റിസർവിൽ പലിശ നിരക്ക് കുറച്ച് ലോണൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6 മാസം വരെ ട്രംപ് പിടിച്ചു നിൽക്കും. അടുത്ത 1 ഇയറിൽ ട്രംപിന് ഒരു ബലൂൺ പൊട്ടും, ഒരു ഫിനാൻഷ്യൽ ബലൂൺ. അതായത് ട്രംപിന്റെ ഒരു ഡോളർ ബലൂൺ അവിടെ പൊട്ടും. ആ ഒരു ബബിൾ പൊട്ടുന്നതോടുകൂടി ട്രംപ് തിരിച്ചറിയും. നമ്മൾ ഈ സമയത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഈ സമയത്ത് സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് തിരിച്ചു കയറി വരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും കുറെ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഇതിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.